ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഴതോരും മുമ്പേ എന്ന് പറയുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് അത് വാരിക വന്ന സമയത്ത് കുറച്ചാളുകളെങ്കിലും എന്നെക്കുറിച്ച് അറിയാം. ഏതാണ്ട് 5 വർഷത്തോളം തുടർച്ചയായി വന്ന ഈ പുസ്തകം, ഈ നോവല് ഇപ്പോൾ പുസ്തക രൂപത്തിലേക്ക് വരികയാണ്. 5 വർഷം തുടർച്ചയായി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 2600ഓളം പേജുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നോവലാണ് അവകാശികൾക്ക് ശേഷം. അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുത്ത് ഡോൺ ബുക്സ് അത് പ്രാവർത്തികമാക്കി. ഇപ്പോൾ അത് പ്രകാശിതമായി. ഈ നോവൽ ഇപ്പോൾ ഈ ഏഷ്യാനെറ്റിൽ സീരിയലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം നിങ്ങൾക്കറിയാം, വൈജയന്തി എന്ന കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രശസ്ത നടൻ ശ്രീ സായികുമാറിൻ്റെ മകൾ വൈഷ്ണവി സായികുമാർ ആണ് അദ്ദേഹവുമായി ഇൻട്രാക്ട് ചെയ്യുന്നത്. പ്രിയങ്കരിയായ ഏഷ്യാനെറ്റ് പ്രേക്ഷകരുടെയും മലയാളികളുടെയൊക്കെ പ്രിയങ്കരിയായ നടി അഭിനേത്രി വൈഷ്ണവി സായികുമാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ഇൻട്രാക്ഷൻ സെക്ഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. മറ്റൊന്ന് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജോയ്സിയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജോയ്സിയുടെ ഏകദേശം 45ഓളം പുസ്തകങ്ങൾ ഡോൺ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മറ്റൊരു പ്രസാധകർക്കും ഇത്രയധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇല്ല. അതുതന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ജനപ്രിയത ഒരാൾ തന്നെ പ്രസിദ്ധീകരിക്കുന്നത് അത്രയും വലിയ ആരാധനയോടെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അത് വലിയ രീതിയിൽ ഇവിടെ കൊണ്ടാടപ്പെടുന്നുണ്ട്, വായിക്കപ്പെടുന്നുണ്ട്. മഴതോരും മുമ്പേയും വലിയ രീതിയിലുള്ള ആഘോഷത്തോടു കൂടിയാണ് അതിൻ്റെ പ്രീ ബുക്കിംഗ് നടന്നത്. ഇപ്പോൾ അത് പ്രകാശിതമായി. സ്റ്റാൾ നമ്പർ 28 ഈ പുസ്തകം ലഭ്യമാണ്. അപ്പോൾ ഉടൻ തന്നെ വരും, വൈകാതെ അവിടെ എത്തും. അപ്പോൾ നമ്മുടെ ഈ പ്രിയങ്കരനായ ശ്രീ ജോയ്സ് ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഇതിൻ്റെ ഇൻട്രാക്ഷൻ സെക്ഷനിലുള്ള മോഡറേറ്ററായിട്ടുള്ള വൈഷ്ണവിക്ക് മൈക്ക് കൈമാറിക്കൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ വൈഷ്ണവി സംസാരിക്കും. ഇനി അവരുടെ സെഷനിലേക്ക് നമുക്കത് കേൾക്കാം. നന്ദി. നമസ്കാരം സർ, ഈ വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമുക്ക് സമയം പരിമിതി ഉണ്ടല്ലോ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാറിൻ്റെ എഴുത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. സാറ് എഴുതി തുടങ്ങിയത് ഏത് വർഷത്തിലാണെന്നുള്ളത്? ഞാനൊരു 1980കളിൽ സ്റ്റാർട്ട് ചെയ്തു എഴുത്ത്. ഈ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഇത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആശയത്തോടെ തന്നെയാണോ എഴുതുന്നത്, അതോ പിന്നീട് കുറച്ച് നോവലുകൾ എഴുതിയതിന് ശേഷമാണോ? അല്ല, പ്രസിദ്ധീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ നോവലുകളാണെങ്കിലും കഥകളാണെങ്കിലും എഴുതിയത്. എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രസിദ്ധീകരണങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യത്തെ കൃതി പ്രസിദ്ധീകരിക്കാൻ 2-3 വർഷത്തോളം എടുത്തു. ഞാനൊരു 10 നോവലെങ്കിലും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ ഒരു ലഘു നോവൽ പ്രസിദ്ധീകരണത്തിന് സെലക്റ്റഡ് ആയത്. അത് ഒരു ബുക്ക് പബ്ലിക്കേഷൻ്റെ അണ്ടറിലായിരുന്നോ അതോ അല്ലാതെ മാഗസീനിലോ അങ്ങനെ വല്ലതും ആണോ? മാഗസീനിലാണ് ആദ്യം അച്ചടിച്ചു വന്നത്. സ്വപ്നം മയങ്ങുന്ന തീരം എന്നൊരു നോവൽ സാർ എഴുതിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അതായിരുന്നു എൻ്റെ ആദ്യത്തെ നോവൽ, സ്വപ്നം മയങ്ങുന്ന തീരം. അത് ഈ നോവലുകൾ എഴുതുന്നതിനെക്കുറിച്ചും അത് വീക്കിലികളിൽ അച്ചടിച്ച് വരുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം മയങ്ങുന്ന തീരം എന്ന നോവൽ എഴുതുമ്പോഴുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നേ വരെ അച്ചടിച്ച് വന്നിട്ടില്ല. ആഗ്രഹത്തോടെ എഴുതിയത് തന്നെ അച്ചടിച്ച് വന്നില്ല. അതിനുവേണ്ടി പിന്നെ ശ്രമിച്ചില്ല. കാരണം ഞാനത് വലിയ മഹത്തായ ഒരു രചനയാണെന്നൊക്കെ വിചാരിച്ച് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് എഴുതി അയച്ചത്. പിൽക്കാലത്ത് അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്ന്. ശരി. സർ, പിന്നെ സാറിൻ്റെ ജീവിതകഥ ഒരു ചാനലിൽ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഓരോ അനുഭവങ്ങളൊക്കെ സാറ് അത് അങ്ങനെയാണല്ലോ ആ ജീവിതകഥ പോകുന്നത്. അപ്പോൾ ഈ എഴുത്തിന് ഒരു കരുത്തായത് ഈ ജീവിതകഥയിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ വെച്ചാണോ, അങ്ങനെയാണോ എഴുതി തുടങ്ങുന്നത്? അനുഭവങ്ങളായിരുന്നു ഏറ്റവും വലിയൊരു കരുത്തും പിൻബലവും എല്ലാം അന്ന് ആ കാലത്തെ ഒരു ജീവിതാനുഭവങ്ങളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 1980 മുതലുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയുടെയും
ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ ആ കാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ പുളിങ്കട്ട എന്നൊരു സ്ഥലത്തെ ഒരു റിമോട്ടായിട്ടുള്ളൊരു വില്ലേജിലാണ് ആ കാലത്ത് ജീവിച്ചിരുന്നത്. ഒരു 10-12 വർഷക്കാലം തനി കർഷകനായിട്ടാണ് ജീവിച്ചത്. കർഷകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാപ്പി, ഏലം ഇതൊക്കെ നട്ട് പിടിപ്പിക്കുക, അതിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുക, ആ രീതിയിലായിരുന്നു ആ കാലത്താണ്. പക്ഷേ അന്നത്തെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന കുറേ അധികം ആളുകളുമായിട്ട് അടുത്ത് ഇടപഴകാനും അവരുടെ ജീവിതവുമായിട്ട് ഇടകലരാനും സാധിച്ചു. അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് പിൽക്കാലത്ത് കഥാപാത്രങ്ങളെ എനിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതെ, സാറിൻ്റെ കഥാപാത്രങ്ങളെല്ലാം വളരെ മനുഷ്യജീവിതമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അത് ആ അനുഭവങ്ങളിൽ നിന്ന് എഴുതി തുടങ്ങിയതാണെന്നോ? അത് ഓരോ കഥാപാത്രത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ ഞാൻ താമസിച്ചുകൊണ്ട് ഞങ്ങൾ താമസം തുടങ്ങുന്ന കാലത്ത് അവിടെ കുടിയേറി താമസിച്ചതാണ്. 1968 ആണ് ഈ ഇടുക്കിയിലേക്ക് കുടിയേറുന്നത്. അന്ന് കറണ്ടില്ല, വെള്ളമില്ല, പത്രമില്ല, റേഡിയോ ഇല്ല, ഇങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത കുറച്ച് കന്നാലികളും കുറച്ച് കൃഷിയും മാത്രമുള്ള ഒരു വില്ലേജായിരുന്നു. അപ്പോൾ അവിടെ കണ്ട മനുഷ്യരുടെ ഒരു ജീവിത രീതി, അവരുടെ ജീവിത ഭാവങ്ങൾ, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ അല്ലെങ്കിൽ സംഭവങ്ങളെ അവർ നേരിടുന്ന രീതി, അതിനെതിരെ പ്രതികരിക്കുന്ന രീതികൾ, ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട്, ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കും ആളുകളെ, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ചിരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് അങ്ങനെ കണ്ടും പഠിച്ചും ഉണ്ടായ അനുഭവങ്ങൾ പിൽക്കാലത്ത് എഴുത്തിന് വളരെ പ്രയോജനകരമായിട്ട് തീർന്നു എന്നുള്ളതാണ് സത്യം. ഇൻട്രോവേർട്ട് ആയതും നന്നായി എന്ന് തോന്നിയോ? തീർച്ചയായിട്ടും അതിപ്പോഴും ഇൻട്രോവേർട്ട് തന്നെയാണ്. ഞങ്ങളൊരു 3 പേര് കൂടി സംസാരിക്കാനിരിക്കുകയാണെങ്കിൽ അവർ 2 പേര് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇൻട്രോവേർട്ട് ആയതും അനുഗ്രഹീതമായി എന്ന് തോന്നുന്നു അല്ലേ എഴുത്തിലേക്ക് വന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ ഇപ്പോൾ സാർ ഇപ്പം എല്ലാവരും ചർച്ചാ വിഷയമായി വെച്ചിരിക്കുന്നത് മഴതോരും മുമ്പേ എന്ന് പറയുന്ന നോവലും ആ കഥ തന്നെ സീരിയലാക്കി ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് മലയാളത്തിലെ 2ാമത്തെ വലിയ നോവലായിട്ട് ഇപ്പം അത് വന്നിരിക്കുകയാണ്. സന്തോഷത്തിനുപരി സാറിന് എന്ത് തോന്നുന്നു? അതൊരു വലിയ സാഫല്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു നോവലായിട്ട് വന്നത് അത് ഞാനങ്ങനെ നീട്ടി എഴുതിയത് കൊണ്ടൊന്നുമല്ല. അത് അത്രയും വലിയൊരു ക്യാൻവാസിൽ വലിയ ഒരു സംഭവ പരമ്പരകളുടെ ഒരു എന്താ പറയുന്നത്, അത്രയും വലിയ ഒരു പുസ്തകമായിട്ടാണ് അത് എൻ്റെ മനസ്സിൽ തന്നെ ആദ്യം തന്നെ അത് രൂപപ്പെട്ടതും. അത് പിന്നീട് എഴുതി വരുമ്പോൾ ഓരോ തവണയും ഞാൻ വിചാരിക്കും ഇതൊരു കുറച്ച് അധ്യായങ്ങളും കൂടെ എഴുതിയിട്ട് നിർത്താം എന്ന് വിചാരിക്കും. പക്ഷേ ആ എഴുത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് നിർത്താൻ പറ്റാത്ത വിധത്തിൽ സംഭവബഹുലമായ ഒരു സ്റ്റോറിയായിട്ട് അത് വളർന്ന് വികസിച്ച് വന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആദ്യാവസാനം നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ ആണ് എഴുതിയതെന്ന് വിചാരിക്കരുത്. ഓരോ കഥ എഴുതുമ്പോഴും അത് തുടങ്ങുമ്പോൾ തൊട്ട് അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത് വരെയുള്ള ഒരു നോട്ട് തയ്യാറാക്കി, ഒരു സമ്മറി തയ്യാറാക്കി വെച്ചിട്ടാണ് എഴുതുന്നത്. അതങ്ങനെ തന്നെയാണ് അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ എഴുതി തുടങ്ങിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കഥാഗതിയിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വളർച്ച ഉണ്ടാകും, വികാസങ്ങളുണ്ടാകും. അത് ആണ് പിന്നീട് അത് കഥ വിപുലമായിട്ട് തീരാനുള്ള കാരണങ്ങൾ. അങ്ങനെ വളർന്ന് വികസിച്ച് വലുതായി തീർന്ന ഒരു നോവലാണ് ഈ മഴതോരും മുമ്പേ എന്ന് പറയുന്നത്. മഴതോരും മുമ്പേയിലെ ആ സന്ദർഭങ്ങൾ വന്നത് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, നേരത്തെ ജയരാജ് സാറും പറയുന്നുണ്ടായിരുന്നു ഒരു പത്രവാർത്തയിൽ നിന്നാണ് സാറിന് അതിൻ്റെ ഒരു ത്രെഡ് കിട്ടിയതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് വന്ന് ചേർന്നിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും പിന്നീട് സാറായിട്ട് സങ്കല്പിച്ച് എഴുതിയതാണോ അതോ എപ്പോഴെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടിയവരെ കോർത്തിണക്കിക്കൊണ്ട് സാറ് എഴുതിയതാണോ നോവലിൽ? പിന്നെ ചില കഥാപാത്രങ്ങളെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ നമ്മൾ അവരുടെ മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ അവരുടെ തന്നെ കഥകളുമായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. തുടക്കം എന്തായാലും ഈ പത്രവാർത്തയിൽ നിന്നാണ്. അത് അദ്ദേഹത്തിനൊരു ചെറിയ പശു പറ്റിയതാണ്.
തൃശ്ശൂരല്ല, കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജ് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇതൊന്ന് 2003 മറ്റോ ആണെന്ന് തോന്നുന്നു ഈ വാർത്ത ഞാൻ കാണുന്നത്. കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ നിന്ന് അത് നടത്തിക്കൊണ്ടിരുന്ന ആൾ ഒരു ദിവസം കാണാനില്ല. അയാൾ അത് ഉപേക്ഷിച്ചിട്ട് ഒളിച്ചുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓർഫനേജിലുള്ള അന്തേവാസികൾക്ക് ഭക്ഷണവും മരുന്നും ഒന്നും കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അത് നഷ്ടപ്പെട്ടു പോയി. അയാളുടെ എല്ലാ ധനവും അത് നടത്തി തീർന്നു പോയി. അപ്പോൾ ഒരു ദിവസം അയാളങ്ങ് അപ്രത്യക്ഷനായി പോയി. അപ്പോൾ ഇവരെ എന്ത് ചെയ്യും എന്നുള്ളത് അറിയത്തില്ല. ഈ അന്തേവാസികൾക്ക് ഭക്ഷണം വേണം, മരുന്ന് വേണം, അവർക്ക് ആ വീട് വാടകയ്ക്ക് എടുത്തിട്ട് നടത്തുന്നതായിരുന്നു. ആ വീട് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പണം വാടക കൊടുക്കാൻ വേണം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും പിന്നീട് കണ്ടില്ല. പക്ഷെ ഞാനിതിരിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഈ അഗതികളായിട്ടുള്ള ഈ ആളുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ അതിൽ നിന്ന് ആലോചിച്ച് പെരുപ്പിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ത്രെഡെന്ന് പറയുന്നത് അങ്ങനെയാണ് കിട്ടിയത്. പിന്നെ ഈ ആളെ ഈ പുരുഷ കഥാപാത്രമാണ്, ആ ആളിനെ നമ്മളൊരു സ്ത്രീയാക്കി മാറ്റി പ്രജീതാമ്മ എന്നൊരു പേരിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ കാലമായിട്ട് മുഴുകിയിരിക്കുന്ന ഒരു സ്ത്രീയാക്കി മാറ്റി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പിന്നീടുണ്ടായ കഥയെല്ലാം സങ്കല്പിച്ചെഴുതി തന്നെയാണ്. ചില കഥാപാത്രങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന്. ഈ വൈജയന്തിയുടെ മക്കളായിട്ടുള്ള 3 പേരുടെയും പേരുകൾ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബബിത, കൃഷ്ണജ. ഞാൻ ബബിത എന്ന് പറഞ്ഞ പേര് പെട്ടെന്നൊന്നും അങ്ങനെ ആരുടെയും മനസ്സിലേക്ക് വരില്ല. അത് സാറിന് പേഴ്സണലി അറിയുന്ന ആരുടെങ്കിലും പേരാണോ? അല്ല, അങ്ങനല്ല. ഓരോ കഥാപാത്രങ്ങൾ രൂപപ്പെടുമ്പോൾ പേരിന് വേണ്ടിയിട്ട് തന്നെ ഒരു 2-3 ദിവസം ഇരിക്കും. ഈ കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവം മനസ്സിലുണ്ടാവും, പക്ഷേ ഓരോ പേരിട്ട് നോക്കുമ്പോഴും അതിനൊരു ചേർച്ച ഉണ്ടാവില്ല. അപ്പോൾ പേരുകൾ മാറ്റിയിട്ട് നോക്കിയിട്ട് എനിക്ക് ഈ കഥാപാത്രത്തിന് ഇണങ്ങും ഈ പേര് എന്ന് തോന്നുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. വൈജയന്തി എന്നുള്ള പേര് വളരെ ആലോചിച്ചതിന് ശേഷം കുറേ പേരുകൾ ഇട്ട് നോക്കി, ഒന്നും ചേരാനിട്ട് ഒടുവിലാണ് വൈജയന്തി എന്നുള്ള പേര് കിട്ടിയത്. എനിക്കത് വളരെ ഒരു ചേർച്ചയുള്ള പേരായിട്ട് തോന്നി. സീരിയൽ തുടങ്ങിയ സമയത്ത് ഗീതാഞ്ജലി എന്നൊരു പേരിലേക്കാണ് ആദ്യമേ കഥാപാത്രം വന്നത്. പിന്നീട് എല്ലാവരും ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും നമ്മൾ വൈജയന്തി എന്ന പേരിൽ തന്നെ എത്തി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോവല് 2005 2006 പ്രസിദ്ധീകരണം തുടങ്ങി, 2011 പ്രസിദ്ധീകരണം അവസാനിക്കുന്നത്. അപ്പോൾ ഈ നോവലിൽ നിന്നുള്ള ത്രെഡും ഇതിലെ കഥാപാത്രങ്ങളുടെ പേരുമൊക്കെ കോപ്പി അടിച്ച് കുങ്കുമപ്പൂവ് എന്ന ഒരു സീരിയൽ ഏതോ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഏതോ ഒരു സീരിയലായിട്ട് അത് വന്നു, ഏതോ സമയത്ത് വന്നു. അത് വന്നപ്പോൾ അതിൽ ഈ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ അവർ ഉപയോഗിച്ചു. ഈ വൈജയന്തി എന്നുള്ള പേര് അവർ വൈ കളഞ്ഞിട്ട് ജയന്തി എന്നാക്കിയിട്ടു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി, ഇനി അതേപടി ഞങ്ങൾ കോപ്പി അടിച്ചതാണോ എന്ന് തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ പേര് മാറ്റിയിട്ടും പിന്നീട് അത് തിരുത്തി ആ ഒറിജിനൽ പേരിലേക്ക് തന്നെ എടുക്കുമായിരുന്നു. സാർ ഇപ്പോൾ ഒരു 40 വർഷത്തിലേറെ ആയില്ലേ എഴുത്ത് തുടങ്ങിയിട്ട്? എന്നെങ്കിലും അതിനോടൊരു വിരക്തിയോ അല്ലെങ്കിൽ എഴുത്തിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം എന്നൊരു തോന്നലും എല്ലാം സാറിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ഈ 40 വർഷമായി, അതിലൊക്കെ വളരെ മുമ്പേ തുടങ്ങണമായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കൊരു 10 വയസ്സിലെങ്കിലും എനിക്ക് എഴുതാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു. പേന കയ്യിൽ വെച്ചുകൊണ്ട് മരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുവരെ എഴുതണം. അപ്പോൾ ആ ചോദ്യം വളരെ ദോഷമായി പോയെന്ന് തോന്നുന്നു. സന്തോഷം സാർ. ഞങ്ങൾക്കും സാറിൻ്റെ നോവലുകൾ കിട്ടണം ഇനിയും. പിന്നെ ഇനി സാറിൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലി ഒരു ചോദ്യം, പേഴ്സണലി അല്ല, അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ഈ തൂലികാനാമം 3 പേരുകളിലാണ് സാർ എഴുതുന്നത് അല്ലേ? അപ്പോൾ എനിക്ക് അറിഞ്ഞെടുത്തോളം എൻ്റെ അച്ഛൻ നല്ലപോലെ വായിക്കുന്ന ഒരാളാണ്. സാറിൻ്റെ ഒരു പ്രോജക്റ്റ് അച്ഛന് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്, മോഹപക്ഷികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അച്ഛനിലൂടെയാണ് ഞാൻ സത്യത്തിൽ സാറിൻ്റെ പേര് കേട്ടിട്ടുള്ളത് ആദ്യം. അപ്പോൾ അച്ഛൻ പറഞ്ഞൊക്കെ അറിയാം, 3 പേരിലാണ് സാർ എഴുതുന്നത്. അപ്പോൾ ഈ ഓരോ പേരിൻ്റെ അണ്ടറിൽ വരുന്ന നോവലുകൾ ഓരോ ജോണർ പോലെ അങ്ങനെയാണോ സാർ തരം തിരിച്ച് എഴുതുന്നത്? അതെ. വ്യത്യസ്തമായ ശൈലിയും ഭാഷയും പദപ്രയോഗങ്ങളും എല്ലാം ഓരോ തൂലികാനാമത്തിനും വളരെ വ്യത്യസ്തമായിട്ടാണ്. അങ്ങനെ ഒരു ആശയം സാറിന് എപ്പോഴാണ് തോന്നിയത്, ഇങ്ങനെ 3 പേരിൽ എഴുതണമെന്നും ഇങ്ങനെ 3 ജോണറായിട്ട് എഴുതണമെന്നൊക്കെ? ഞാൻ വാസ്തവത്തിൽ ആദ്യം നോവലുകൾ എഴുതി തുടങ്ങുന്നത് ജോയ്സി എന്നുള്ള പേരിലാണ്.
ആ കാലത്ത് മലയാള മനോരമയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടി. മലയാള മനോരമയിൽ ജോലി ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർ ആവശ്യപ്പെട്ടു ജോയ്സി എന്നുള്ള പേരിൽ എഴുതുന്നത് കൂടാതെ മറ്റൊരു പേരിലും കൂടെ നോവൽ എഴുതിക്കൂടെ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ആദ്യമൊന്നും എനിക്കതിന് സമ്മതമല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫലപ്രദമാകുമോ, അത് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ സംശയമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സഹപത്രാധിപർ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞ് ഞങ്ങളത് ഏറ്റു, ധൈര്യമായിട്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ജോസി ഭാഗമറ്റം എന്ന പേരിൽ ഈ പുരുഷ കഥാപാത്രം കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ട് കുറ്റാന്വേഷണമോ അല്ലെങ്കിൽ ത്രില്ലർ സംഭവങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സ്റ്റോറി എഴുതി തുടങ്ങിയത്. പക്ഷേ അത് ജോയ്സി എഴുതിയ നോവലുകളേക്കാൾ വലിയ വിജയമായിട്ട് തീർന്നപ്പോൾ ജോയ്സി ഒരു പടി പുറകോട്ട് പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ പോയപ്പോൾ സാറിന് മനസ്സിലൊരു വിഷമം തോന്നിയോ? തീർച്ചയായിട്ടും. കാരണം ജോസി ഭാഗമറ്റം എന്ന പേരിലും പിന്നീട് CB നിർമ്മല എന്ന പേരിലും എഴുതുന്ന നോവലുകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുകയും ഞാൻ എൻ്റേതായ സ്വാഭാവികമായിട്ടുള്ള ശൈലിയിൽ എഴുതുന്ന ജോയ്സി എന്നുള്ള പേരിൽ എഴുതുന്ന നോവലുകൾക്ക് അത്ര തന്നെ സ്വീകാര്യത ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഷമം തോന്നും. പക്ഷേ അത് എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീരുമെന്ന് അറിയത്തില്ല. ഈ മഴ തോരും മുമ്പേ പോലും CB നിർമ്മല എന്ന പേരിൽ എഴുതിയ നോവലാണ്. ഓ, അത് ശരി. CB നിർമ്മല ആയതുകൊണ്ടാണോ സ്ത്രീ കഥാപാത്രത്തിന് കുറച്ചൊരു അത് കേന്ദ്രീകരിച്ച് സാറ്? അതെ, അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യവും അവരുടെ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അതിൻ്റേതായ രീതിയിൽ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് CB നിർമ്മല എന്നുള്ള തൂലികാനാമം തന്നെ സ്വീകരിച്ചത്. അപ്പോൾ ഈ പേരുകൾ സ്വീകരിച്ചപ്പോൾ ഇപ്പോൾ ജയരാജ് സാർ നേരത്തെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, കത്തുകൾ എന്തൊക്കെയോ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും നർമ്മപരമായിട്ടുള്ള എന്തെങ്കിലും സന്ദർഭങ്ങൾ ഓർമ്മയുണ്ടോ സാർ? കത്തുകളൊക്കെ ധാരാളം കിട്ടാറുണ്ടായിരുന്നു. ഈ CB എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്കത് CB നിർമ്മല എന്നുള്ള പേരിൽ ആദ്യത്തെ നോവൽ സ്ത്രീധനം എന്ന നോവലാണ് എഴുതുന്നത്. ആ നോവൽ എഴുതിയപ്പോൾ ഒരുപാട് കത്തുകൾ കിട്ടി. അത് പുതിയ എഴുത്തുകാരി ആയതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു ചെറുപ്പക്കാരി ആയിരിക്കും, സുന്ദരി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് പ്രണയലേഖനങ്ങളും അയച്ചിട്ടുണ്ടായിരുന്നു പലരും. മറുപടി എഴുതാൻ എന്തിനെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ? മറുപടി അയക്കാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു, നമ്മൾ തന്നെ വെളിപ്പെടുത്തി. ഇത് തിരിച്ചറിഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് എങ്ങനെങ്കിലും ആരെങ്കിലും റിയാക്ട് ചെയ്യോ? അതായത് ഇത് സ്ത്രീ അല്ല പുരുഷൻ തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട്? അത് ഒരാൾ വളരെ പ്രണയാതുരനായിട്ട് തുടരെ കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നത്. അതൊരു ആയുർവേദ ഡോക്ടറായിരുന്നു, എറണാകുളത്തൊക്കെയുള്ള. അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു, സഹോദരി അങ്ങനെയൊക്കെ പറഞ്ഞാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് പിന്നെ അതിൻ്റെ ലൈനൊക്കെ മാറി വേറെ ഭാഷയൊക്കെ ആയി. ഒടുവിൽ ഇത് 2012 ഇൻ്റർവ്യൂ വന്നു മലയാള മനോരമയിൽ. കാരണം ഇതെല്ലാം ഞാനൊരാൾ ആണ് എഴുതുന്നത്, CB നിർമ്മലയും JC ജൂനിയറും ജോസി ഭാഗമറ്റും എല്ലാം ഒരാളാണെന്നുള്ളത്. അത് വായിച്ചതിന് ശേഷം അദ്ദേഹം നമുക്ക് പറയാൻ കൊള്ളാത്ത ഭാഷയിൽ ഒരു കത്ത് അയച്ചു. അതായിരുന്നു അയാളുടെ അവസാനത്തെ കത്ത്. നിർത്തിച്ചതാണല്ലേ? ഇനി വളരെ പേഴ്സണലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ സാർ. ഈ സാറിൻ്റെ നോവലുകളിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു വീട്ടുജോലിക്കാരിയായി വരുന്നവർക്ക് പോലും അവർക്ക് അവരുടേതായ ഒരു സംഭാഷണ ശൈലിയും ആ ഒരു രീതിയിൽ വളരെ ശക്തമായിട്ട് തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും. ഒരു ഓട്ടോ ഡ്രൈവർ വന്നാൽ പോലും വെറുതെ വന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ ശക്തമായ കഥാപാത്രം തന്നെയാണ് വൈജയന്തി. ഞാൻ എന്നെ തന്നെ തൊട്ട് തന്നെ പറയാണ് വൈജയന്തി. കാര്യം അത്രമാത്രം ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ വേഷം ചെയ്യുന്നത്. അപ്പോൾ സാർ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചപ്പോൾ സാറിൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതുമായിട്ട് എന്തെങ്കിലും സാമ്യം ഞാൻ ചെയ്യുമ്പോൾ സാറിന് തോന്നിയിട്ടുണ്ടോ? വൈജയന്തിക്ക് വൈഷ്ണവിയേക്കാൾ പറ്റിയൊരു കഥാപാത്രം കിട്ടാനില്ല. കാരണം ഞാൻ എഴുതുമ്പോൾ ഇത്രയും തന്മയത്വമായിട്ട്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഇത്രയും തന്മയത്വമായിട്ട് ആ വൈജയന്തിയായിട്ട് തന്നെ അഭിനയിക്കാൻ പറ്റിയ ഒരാളെ കിട്ടുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. അത് വൈഷ്ണവി ഇതിൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ പോലും ഞാൻ വൈഷ്ണവിയെ കണ്ടിട്ടില്ല, വൈഷ്ണവിയുടെ അഭിനയവും കണ്ടിട്ടില്ല, ഒന്നുമില്ല. വൈഷ്ണവി സായികുമാറിൻ്റെ മകൾ വൈഷ്ണവിയാണ് അഭിനയിക്കാൻ വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവർ നല്ലപോലെ അഭിനയിക്കുമോ, ഇത് എടുക്കുമോ എന്നാണ് എൻ്റെ സംശയം. ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞില്ല, നല്ല ഏതോ ഒരു സീരിയൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, നെഗറ്റീവൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ട്രസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച
ആദ്യത്തെ ഞങ്ങളുടെ മോക്ക് ഷൂട്ടിലാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വൈഷ്ണവിയുടെ കയ്യിൽ ഈ വൈജയന്തി ഭദ്രമാണെന്ന് മനസ്സിലായി. ഒരുപാട് സന്തോഷം സന്തോഷം. സാറ് ഈ നമ്മൾ പിന്നെ ഓരോ സംഭാഷണങ്ങൾ എഴുതുന്നത് പറഞ്ഞല്ലോ, അപ്പം നമുക്ക് സീൻസ് സാറ് തരും, പെട്ടെന്നാണ് സാർ എഴുതി തരിക, നമുക്ക് വേണ്ട സീൻസ് സാർ എഴുതി തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ സംഭാഷണങ്ങൾക്ക് ഈ നോവല് ആയിട്ട് കണക്ട് ചെയ്ത് തന്നെ എഴുതാൻ ശ്രമിക്കുകയാണോ, അതോ നമ്മുടെ സീരിയലിന് വേണ്ടതായിട്ടുള്ള തനതായ മാറ്റങ്ങൾ വരുത്തിയാണോ സാർ അത് എഴുതാൻ ശ്രമിക്കുന്നത്? അല്ല, ഈ നോവൽ എഴുതി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 20 വർഷമായി. 2006 നോവൽ തുടങ്ങിയത്. 20 വർഷം കൊണ്ട് ലോകത്ത് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. അന്ന് സ്മാർട്ട് ഫോണൊന്നും ഇല്ലായിരുന്നു 2006. അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമൊന്നും അന്നില്ലല്ലോ. അപ്പം ആ കാലഘട്ടം കുറച്ചുകൂടി ഒരു തണുത്ത കാലഘട്ടമായിരുന്നു. ഇപ്പോൾ എല്ലാം വളരെ ഫാസ്റ്റാണ്, എല്ലാ കാര്യങ്ങളും. മനുഷ്യൻ്റെ ജീവിതം വരെ ഒരു അവൻ്റെ പ്രഭാതം തുടങ്ങുന്നത് തൊട്ട് ഒരു 12 മണി വരെയൊക്കെയാണ്. ഞാനൊക്കെ ഗ്രാമത്തിൽ ജീവിക്കുന്ന കാലത്ത് 8 മണിയാകുമ്പോഴത്തേക്ക് ഉറക്കം പിടിച്ചിരിക്കും. ഇപ്പോൾ 12 മണിയായാലും ആളുകൾ ഉണർന്നിരിക്കുന്ന ഒരു സ്ഥലം. അതുപോലെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സീരിയൽ എഴുതുമ്പം ആ പുസ്തകം അതേപടി നമ്മൾ പകർത്താൻ പോയാൽ അതൊരു വളരെ തണുത്തു പോകുന്ന ഒരു രീതിയായിരിക്കും. അതുകൊണ്ട് പുസ്തകം നോക്കാറേ ഇല്ല. അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം എടുത്തിട്ട് ഡയലോഗ്സ് എല്ലാം പുതിയതായിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കുക ചെയ്യുന്നത്. സാറിൻ്റെ ഇനി പുതിയ നോവലുകൾ ഇനിയും പബ്ലിഷ് ചെയ്യാനുണ്ടോ, അതോ സാർ എഴുത്തുപുരയിലാണോ? അല്ല, ഇപ്പോഴും മലയാള മനോരമയിൽ ഒരു നോവൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വനിതയിലൊരു നോവൽ, ഒറ്റ ശിഖരം എന്ന പേരിലുള്ള ഒരു നോവൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവസാനിച്ചത്. വനിതയിൽ അടുത്ത നോവൽ ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ടാണ് എഴുതാത്തത്. എഴുതാൻ കഥകളുണ്ട്, എഴുതാനുള്ള ഊർജ്ജമുണ്ട്, ആഗ്രഹമുണ്ട്. എഴുതിയാൽ അത് പ്രസിദ്ധീകരിക്കാൻ ആളുകളുമുണ്ട്. അതുകൊണ്ട് പിന്നെ എന്തിനു ഞാൻ മടിച്ചു നിൽക്കുന്നത്? സമയമാണ് കുറവ്. ഒരു ദിവസം ഒരു 36 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. സമയം തികയുന്നില്ല. ഓക്കെ സാർ, ഇതേപോലെ നമ്മുടെ ഇത്രയും ഒട്ടനവധി കഥാപാത്രങ്ങൾ സാർ എഴുതിയിട്ടുണ്ട്, രൂപം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും മനസ്സിൽ തട്ടി നിൽക്കുന്ന കഥാപാത്രം ഏതാണെന്നും എന്തുകൊണ്ടാണെന്നും ഒന്ന് പറയാൻ പറ്റുമോ? എല്ലാ കഥാപാത്രങ്ങളും ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ തട്ടി. അത് വൈജയന്തി. നെഗറ്റീവ് കഥാപാത്രം എഴുതിയാലും ഞാനപ്പോൾ വൈജയന്തിയെ ഒരു കഥാപാത്രമാക്കി നമ്മൾ അവതരിപ്പിച്ച് എഴുതുമ്പം ഞാൻ മറുപക്ഷത്തല്ല, ഞാൻ വൈജയന്തിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രത്തെ എഴുതുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവലും അതിലെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇറാഖ് യുദ്ധകാലത്ത് ഇലവഴി ശിശിരം എന്ന പേരിലൊരു നോവൽ എഴുതിയിരുന്നു. അതിലെ ജോർജ് തോമസ്, എൽസി, അങ്ങനെ 2 കഥാപാത്രങ്ങളുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ച 2 കഥാപാത്രങ്ങൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, ഇദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ വായിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ പരിചയപ്പെട്ട ശേഷം, അതിന് മുന്നേ മനോരമയിലൊക്കെ വായിക്കാറുണ്ട്, പല പേരിൽ ഇദ്ദേഹം എഴുതുന്നൊക്കെ അറിയാം. അപ്പോൾ സിദ്ദീഖ് ഷമീർ ഡയറക്ടറും എഴുത്തുകാരനുമായ സിദ്ദീഖ് ഷമീർ കുറേ നോവലുകൾ എഴുതിയിട്ടുണ്ട്, കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസർ ആൽവിൻ ആൻ്റണിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ഇദ്ദേഹം വന്നു. അതേസമയം 3 നോവലുകൾ അതേസമയം അതിൻ്റെ കൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. അത് സിദ്ദീഖ് ഷമീർ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. സിദ്ദീഖ് ഷമീർ വലിയ എഴുത്തുകാരനാണ്, കുറേ മനോരമയിലൊക്കെ പോയി. ഇദ്ദേഹത്തിൻ്റെ എഴുത്തുണ്ട്, ഇതുപോലെ എഴുതാൻ കഴിയുന്ന ഒരാൾ വേറെ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. അതുപോലെ വൈഷ്ണവി എനിക്ക് കുറേ പ്രായമുണ്ട്. വൈഷ്ണവിയെ ഞാൻ എടുത്ത് നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ വൈഷ്ണവിക്ക് അറിയുമെന്നറിയില്ല. മക്കാൾ മഹാത്മാ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിരുന്നു. ആ സമയത്ത് സായികുമാർ സാറിന്
പിന്നെ അവിടെ കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് കൗതുകം കൊണ്ട് കുറേ എടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരെയും കണ്ടപ്പോൾ വീണ്ടും ഒന്ന് സന്തോഷത്തിൽ വന്നതാണ്. ഞാനിവിടെ എൻ്റെ സുഹൃത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ ആവശ്യത്തിന് വന്നതാണ്. ഓക്കെ, ബൈ. ഒരു സാറിൻ്റെ എഴുത്തിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്? എങ്ങനെയാണ് ഷെഡ്യൂൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. രാവിലെ ഇത്ര മണി തൊട്ട് അങ്ങനെയാണോ എഴുതുക? അങ്ങനെ ഒരു ഷെഡ്യൂളൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഒരു 2:30 മണി വരെയുള്ള സമയത്ത് ഉറക്കം വരാത്ത സമയത്തെല്ലാം ഇരുന്ന് എഴുതുക. അതുപോലെ ഇപ്പോഴും പേനയാണോ ഉപയോഗിക്കുന്നത്? പേനയാണ് ഉപയോഗിക്കുന്നത്. ഫൗണ്ടൻ പെന്നാണോ? അങ്ങനെയെങ്കിലും സ്പെസിഫിക് പേനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ? വെറും 10 രൂപയുടെ പേനയാണ് എഴുതുക, മാറ്റുക, അടുത്ത പേന എടുക്കുക. ഇപ്പോഴും ടാബ്ലറ്റിൽ അങ്ങനെ കൈകൊണ്ട് എഴുതുന്ന അങ്ങനെയല്ല, പേന തന്നെയാണ്. പേന തന്നെയാണ് എഴുതാൻ ഏറ്റവും എളുപ്പമുള്ള പേന നോക്കി ഒരുപാട് പേനകൾ വാങ്ങിച്ചിട്ട് ഏറ്റവും ഓടുന്ന പേന. കാരണം മനസ്സിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ചിലപ്പോൾ ചില പേനകൾക്ക് സ്പീഡ് കിട്ടത്തില്ല. അപ്പോൾ അത് മാറ്റി അങ്ങനെ ഏറ്റവും ഒടുവിലെത്തിയ പേനയാണിത്. വളരെ സ്പീഡിൽ എഴുതാൻ പറ്റുന്ന പേനയാണ് അത്. താങ്ക് യു ചേട്ടാ. പ്രസാധകൻ നിലയ്ക്ക് ഒരു ചോദ്യമുണ്ട്. ഈ സാധാരണ ചേട്ടൻ്റെ നോവലുകൾ മുൻപ് അച്ചടിച്ച് വന്നുകൊണ്ടിരുന്ന പലരും ജനപ്രിയ പുസ്തകങ്ങളെന്ന് പറഞ്ഞ രീതിയിൽ ഒരു 2ാം തരം പുസ്തകമാക്കി മാറ്റുകയും ഈ പുസ്തകത്തിൻ്റെ കവറുകളൊക്കെ വളരെ അമച്ചറായിട്ടുള്ള സിനിമാ താരങ്ങളുടെയൊക്കെ പടമൊക്കെ വെച്ച് ചെയ്യുകയൊക്കെ ചെയ്ത ശേഷം ഡോൺ ബുക്സ് ചേട്ടൻ്റെ പുസ്തകങ്ങൾ ഏറ്റെടുത്ത ശേഷം ഒരു മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ വരുന്ന അതേ രീതിയിലേക്ക് കവറുകളൊക്കെ മാറ്റി ആ പുസ്തകങ്ങളെ വേറൊരു ആംബിയൻസ് കൊടുത്ത് ഇപ്പോൾ മഴതോരും മുമ്പേ വരെ വന്നതിന് അത്തരത്തിലുള്ള അപ്പോൾ അത് ഹാർഡ് ബൗണ്ടിലാണ് മഴതോരും മുമ്പേ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. 3 വോളിയം മഴതോരും മുമ്പേ ഹാർഡ് ബൗണ്ടിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വന്നേക്കുന്ന മാറ്റത്തെ ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രസാധകൻ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിമറിച്ച് അതിൽ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ്റെ വലിയ ആരാധകനാണെന്നുള്ളതാണ് ഒരു കാര്യം. ആ രീതിയിലേക്ക് മാറ്റിയതിനെ അത്തരം ഒരു മാറ്റത്തെ ഒരു പൊതു ഇടത്ത് നിന്ന് സംസാരിക്കുമ്പം ഈ സാഹിത്യം 2 രീതിയിൽ കാണേണ്ട ഒന്നാണോ? ഞാൻ ജനപ്രിയ സാഹിത്യത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജിൽ വന്നിരിക്കുന്നത്. സാഹിത്യത്തെ എല്ലാ കാലത്തും 2 സാഹിത്യം, സംഗീതം, മറ്റ് എല്ലാ കലാരൂപങ്ങളെയും 2 രീതിയിൽ തന്നെയാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും ജനപ്രിയമായിട്ടുള്ളത് ഒരു വില അല്പം ഇടിഞ്ഞ ഒരു കലാരൂപങ്ങളായിട്ടാണ്. ഇപ്പം തന്നെ അഭിനയം സിനിമയിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള സിനിമയിലെ അഭിനേതാക്കളോ അല്ലെങ്കിൽ മറ്റ് കലാകാരന്മാരോ ഒന്നും ഈ അവാർഡുകൾ നിശ്ചയിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. അപ്പോൾ ജനത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ല ഏറ്റവും ഗൗരവമായതും ഏറ്റവും ആഴമുള്ളതും എന്നുള്ളൊരു ചിന്താരീതി പണ്ട് മുതലേ പിന്തുടർന്ന് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എഴുതിയത് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് ഇതിനേക്കാൾ ബെറ്ററായിട്ട് വേറൊരാൾക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഓരോ നോവലും ഞാൻ എഴുതിയിട്ടുള്ളതും. അതിൽ ഒരു ആത്മസംതൃപ്തിയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇപ്പം MD എഴുതിയ 2-ാം ഊഴം, അതുപോലെ വേറെ പലരും എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം, ഇതുപോലെയുള്ള നോവലുകൾ ഞാൻ വളരെ ആസ്വദിച്ച് വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു രീതിയിൽ എഴുതാനുള്ള ഒരു കഴിവ് എനിക്കും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത് ഒട്ടും മോശമല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എഴുതിയതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നതെന്നാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഓട്ടക്കാരനാണെങ്കിൽ എനിക്ക് 100 മീറ്റർ ഓടുന്നതിൽ കൂടെ ഓടുമ്പോൾ എനിക്ക് 1-ാം സ്ഥാനം കിട്ടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് സങ്കടമൊന്നുമില്ല.
ഏറ്റവും കഴിവുള്ള ആൾ 1-ാം സ്ഥാനത്തെത്തും, അതിൻ്റെ തൊട്ടുപുറയിലുള്ള 2-ാം സ്ഥാനത്തെത്തും, 3-ാം സ്ഥാനത്തെത്തും. പക്ഷേ ഞാനും ഒന്നാന്തരമായിട്ട് ഓടിയ ഒരാളാണ്. അതിൻ്റേതായ ഒരു സംതൃപ്തിയും ഒരു ആത്മവിശ്വാസവും എല്ലാം എനിക്കുമുണ്ട്, അഭിമാനവും ഉണ്ട്. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതിന് നിയമസഭയ്ക്കും ഡോൺ ബുക്സിനും സാറിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അതുപോലെ തന്നെ വൈഷ്ണവി കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഈ തിരക്കിനിടയിൽ, കാരണം നാളെയോ മറ്റന്നാളോ ഈ മഴതോരു മുംബൈയിൽ വന്ന് ജോയിൻ ചെയ്യേണ്ട ആളാണ്, ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷനിൽ പങ്കെടുത്ത് ഇത്രയും സഹകരിച്ച് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അനിൽ വേഗയും ഞങ്ങളൊക്കെ ഒരു സഹോദരന്മാരെ പോലെയാണ്. അപ്പോൾ കൂട്ടുകാർ മാത്രമല്ല, വളരെ കാലമായിട്ടുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല നോവലുകളൊക്കെ വായിച്ചിരുന്ന കാലം മുതലേ പരിചയമുണ്ട്. അന്ന് അദ്ദേഹം കലാരൂപങ്ങളൊക്കെ വരയ്ക്കുകയും കാർട്ടൂണുകളും അതുപോലെ പുസ്തകങ്ങളുടെ കവറുകളൊക്കെ രചിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ചിത്രകഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അന്നു മുതലേ ഉള്ള ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു സംരംഭം എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അതിൽ വന്ന് സഹകരിച്ച് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ 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 നന്ദിയുണ്ട്.